വിനായകന്റെയും മമ്മൂക്കയുടെയും ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്ന സാധനം. അത് വിനായകൻ പറയുന്ന ഫ്ലാഷ് ബാക്ക് ആണ്, ഈ എലീനെ കൊന്നൊരു കാര്യം. അപ്പോൾ ആ കഥ പറയുമ്പോൾ മമ്മൂക്കയുടെ ഈ നമ്മൾ കാണിക്കുന്ന വിഷ്വൽസ് മമ്മൂക്കയുടെ ഫ്ലാഷ് ബാക്കിന്റെ ഫോട്ടോസ് വെച്ചിട്ടാണ് നിങ്ങളത് കൺവേ ചെയ്യുന്നത്. ആ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? കൂടുതൽ ഫ്ലാഷ് ബാക്ക് സീനിലോട്ട് പോകണ്ട, നമുക്ക് ഈ ഫോട്ടോസ് വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്പൂൺ ഫീഡ് ചെയ്യാതെ. ഒന്നാമത് ഈ കഥാപാത്രം പിന്നെ അതാദ്യം ഐഡിയയിൽ ഉണ്ടായിരുന്ന ഒരു സാധനം അല്ല, അങ്ങനെ അത്രയും ഇതിലോട്ട് പോകണമെന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് പോകാനായിരുന്നു. പിന്നെ ഈ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് ഇങ്ങനെ ആയതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതും നമ്മൾ ആദ്യമേ തീരുമാനിച്ച് വെച്ചിരുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു കാരണങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതെങ്ങനെയെന്നുള്ളതിന് ഒരു കാരണം നമ്മൾ പടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാരണം കൊണ്ടുള്ള ആൾ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇത് ഐഡന്റിഫൈ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ അതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്, കണ്ടിന്യൂ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് വേറൊരു രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കും എന്നൊരു, അതായത് എനിക്കൊന്ന് പിന്നെ നമ്മൾ ഒരു തവണ നമ്മൾ നമ്മുടെ ജോമോൻ ചേട്ടനായിട്ടുള്ള ഡിസ്കഷനിൽ പുള്ളിയാണ് അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി ചിന്തിച്ചുകൂടെ എന്ന് പറയുന്നത്, ജോമോൻ ടി ജോൺ. അപ്പൊ അങ്ങനെ അന്നേരമാണ് ചുമ്മാ ആ രീതിയിൽ ഞാൻ കുറെ ആലോചിച്ച് നോക്കിയത്. അപ്പൊ ആലോചിച്ച് വന്നപ്പോഴത്തേനുമാണ് ഇങ്ങനെ ഒരു സീക്വൻസ് മൈൻഡിലോട്ട് വന്നത്. അപ്പം ഇതിനകത്ത് അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അന്നേരം പിന്നെ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ മിഥുൻ ചേട്ടൻ്റെ അടുത്തും ഇതുപോലെ ഒരു സീക്വൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കും. പുള്ളി ഭയങ്കര എൻകറേജ് ചെയ്ത് സംസാരിക്കും, നല്ല രസമുള്ള സാധനമാണ് മിഥുൻ മാനുവൽ. അപ്പോൾ അന്നേരം കുറച്ച് കോൺഫിഡൻസ് വന്നു. അപ്പോൾ കാരണം ഇത് പെട്ടെന്ന് എല്ലാവരും കണക്ട് ആവുന്ന ഒരു സീക്വൻസ് അല്ല, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ വിനായകൻ ചേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട്, അത് ആ പറയുന്ന സംഗതി ശരിക്കും എലിയപ്പെടുത്തമല്ല, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവസാനം മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഒരു പരസ്പര പൂരകമായിട്ട് അത് മമ്മൂക്കയുടെ ക്യാരക്ടറുമായിട്ട് വേറെ രീതിയിൽ കണക്റ്റഡ് ആണ്, ബ്ലെൻഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഫോട്ടോഗ്രാഫ്സിലൂടെ അത് ഇദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ലൈഫിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് ഫോട്ടോഗ്രാഫ്സിലൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കിയതാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പിന്നെ എല്ലാവർക്കും കണക്ട് ആവുന്നില്ലെന്ന്